കാത്തിലുമാ സുഗന്ധം. പുലരി വന്നു പൂവിടത്തുന്നു, പുതുമ എന്റെ കണ്ണെഴുതുന്നു. വിരൽ തൊടുന്ന കമ്പിയൊക്കെ വീണയാക്കി മാറ്റും എന്നിൽ വിസ്മയങ്ങൾ ചിറകടിക്കുന്നു. പുലരി വന്നു പൂവിടത്തുന്നു. ഒരു ഭാര്യയുടെ മാനസിക വികാരങ്ങൾക്കും വ്യക്തിപരമായ അവളുടെ ഉയർച്ചയ്ക്കും നിങ്ങൾ ഒരു പരിഗണനയും നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഇവരാണ് ചേട്ടന്റെ സ്വഭാവം ഇത്തരത്തിലാണെന്ന് ബീനയ്ക്ക് ചേച്ചിയോട് പറഞ്ഞൂടെ? എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഒരു ഭർത്താവിനെ പറ്റി പറഞ്ഞ ഏതെങ്കിലും ഭാര്യ ഇഷ്ടപ്പെടുമോ? അതിന്റെ പേരിൽ അവരുടെ മനസ്സിൽ എന്നോട് വെറുപ്പ് തോന്നിയ പിന്നെ എന്റെ ഭാവി എന്താവും? അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ. അതിരിക്കട്ടെ, ഞാനൊരു വിടുവായനാന്ന എല്ലാരും പറയുന്നു. അധികം വാചടിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ശരിയാ? അതെനിക്കറിയില്ല, പക്ഷേ എനിക്ക് വർത്താനം പറഞ്ഞേക്കാൻ ഇഷ്ടമാണ്. എന്താ ഇഷ്ടം കാരണം? ശാന്തൻ റൊമാൻറ്റിക് ആയതുകൊണ്ട്. പക്ഷെ ഞാൻ തീരെ റൊമാൻറ്റിക് അല്ല, അല്ലേ? എന്നൊന്നും പറയണ്ട, കാര്യം കാണാനുള്ള സമയത്ത് നല്ല റൊമാൻറ്റിക്കാ. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാൻ കോടതിയിൽ വാദിക്കുന്നത് കണ്ടപ്പോ എന്തു തോന്നി? സത്യം പറയട്ടെ, യുവർ ഓണറുടെ മുമ്പിൽ വെച്ച് അല്പം കോട്ടലക്ഷണം കാണിച്ചാലോ എന്ന് തോന്നി. വക്കീൽ ഗൗണിട്ട് നിൽക്കുന്ന എന്റെ ഭാര്യയെ കണ്ടപ്പോ എനിക്ക് തന്നെ പതിവില്ലാതെ, തന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇംഗിതം. ഉദ്യോഗസ്ഥയായ ഭാര്യയ്ക്ക് മതിപ്പ് കൂടുമല്ലേ? അങ്ങനെ വഴിക്കുവാ. എവിടെ? ആ ചേട്ടത്തിയമ്മേ, എന്നെ മറന്നുപോയോ? ചേട്ടത്തിയമ്മ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. അതെയോ? ഇത് ജനിത, ഗീത, മെർലിൻ. ഇത് ഞാൻ പറയാറില്ലേ കരാട്ടെ കവിത. ചേട്ടത്തിയമ്മ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. അയ്യോ വേണ്ട, ചേട്ടത്തിയമ്മ ഇവിടെ ആദ്യം വരികയാണെങ്കിലും ഞങ്ങൾക്ക് ആ വീടിനെ പറ്റി എല്ലാം അറിയും. ചേട്ടത്തിയമ്മ, ചേട്ടന്മാർ, രായമ ചേച്ചി, ടോമി. ചേട്ടത്തിയമ്മയ്ക്ക് ടിങ്കുനെയും പിങ്കുനെയും കൂടെ കൊണ്ടുവരായിരുന്നു. ടിങ്കുവിന്റെ കളിതമാശ ഇവള് പറയുന്നത് കേട്ട് ചിരിച്ച് തലതല്ലാറുണ്ട്. ഇനി നിങ്ങളൊന്ന് പോയേ. ചേട്ടത്തിയമ്മ ആദ്യമായിട്ട് വരെയല്ലേ, ഇനി ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. വെല്ലൊരു കാര്യം പറയട്ടെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരാ ടിങ്കും പിങ്കും? ചേട്ടത്തിയമ്മ ക്ഷമിക്കണം. എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ ആഴ്ചയിൽ എത്ര ആൾക്കാരാ വരുന്നെന്നറിയോ? ആരും എന്നെ കാണാൻ വരാത്തപ്പോ അവരെന്നെ കളിയാക്കും. കളിയാക്കും? അതിന് ടിങ്കും പിങ്കും? എനിക്കൊരു കുറവില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ചേട്ടത്തിയമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്, ടിങ്കും പിങ്കും എന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളില്ലാത്തത് ഒരു കുറവ് തന്നെയാണല്ലേ? ചേട്ടത്തിയമ്മേ, നമുക്കൊന്ന് പുറത്തു പോവാം. ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്, നല്ല മസാല ദോശ കിട്ടും. ഇങ്ങനെ ചേട്ടത്തിയമ്മ വരുമ്പോഴേ എനിക്ക് പുറത്തൊന്ന് പോകാൻ പറ്റൂ. വരൂന്നേ. ഇവിടുത്തെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാ ഇവിടെ ദോശ ചെയ്യാൻ വരുന്നത്. അപ്പൊ തീർന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടരുത്. ഞാനിവിടെ സ്ഥിരമായിട്ട് മസാല ദോശ കഴിക്കാൻ വരുന്ന ആളാ. ബോണ്ടുണ്ട് സാർ. ഗുണ്ടുണ്ടോ? ഗുണ്ട് കൈ കഴുകിട്ട് വരാവേ. അതാരാള്? ചേട്ടത്തിയമ്മ. ഞാനൊരു നമ്പർ ഇടും. ചേട്ടത്തിയമ്മ എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ? കോളേജിൽ ഇത്തവണ ആർട്സ് ഫെസ്റ്റിവലിന് ഞാൻ ഡാൻസിന് ചേരുന്നുണ്ട്. ചേട്ടൻ അതിന് ദേഷ്യമാവോ? കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികള് കോളേജ് ഫെസ്റ്റിവലിന് ഡാൻസ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ചേട്ടത്തിയമ്മയ്ക്ക് അത് പറയാം, ചേട്ടനത് ഇഷ്ടാവില്ല. അത് നീ കാര്യമാക്കണ്ട, നീ ഡാൻസ് ചെയ്യ. ഞാൻ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എക്സ്ക്യൂസ് മീ, നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. ഇല്ല ഇല്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടില്ല. തോന്നിയതായിരിക്കും. ചേച്ചി നേരത്തെ പോയ മോളെ? ആ, ചേച്ചി ജോലിക്ക് പോയി. ചേട്ടനെ പോലെ ഇവിടെ കുത്തിയിരുന്നാ മതിയോ? ഓ, രോഗികളെ നോക്കാൻ അവക്ക് എന്ത് താല്പര്യമാ.
ഈ ഉള്ളവന്റെ ഒരു കാര്യത്തിലും അവർക്ക് ഒരു താല്പര്യവുമില്ല. ഓ, എന്തൊരു പുക. മോളെ, ഈ വീട് ഞാനൊരു താജ്മഹാലാക്കും. ഇവിടെ നിന്ന് ഞാൻ ഒരു മുംതാസിനെ പോലെ വാഴിക്കും. നീ എന്റെ മുംതാസാ, എന്റെ മാത്രം. എന്റെ കൈ തട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്നെ ആരാടി വളർത്തിയത്? നിനക്ക് ആരാടി ജോലി മേടിച്ചത്? നീ എന്റെ മുമ്പാസ, എന്റെ മാത്രം. പിന്നെ ചത്തിട്ടില്ല. ഇനി എന്താ പരിപാടി? ഞാനിവിടെ വന്ന നിയമപരമായിട്ട് കേസുണ്ടാവും. താനിവിടെ വന്ന തന്റെ ജീവിതം കൂടി നശിക്കും. വാൻ്റെ കൂടെ. ആരും ഇല്ല ഇവിടെ? എല്ലാരും അകത്തുണ്ട്. എന്താ എയർപോർട്ടിൽ കാറായി കഴിഞ്ഞ്? ശാന്തനില്ലേ? ചേട്ടാ, ചേട്ടനൊന്ന് വഴക്ക് പറയരുത്. ഞാൻ ഇന്ന് ആരെയും വഴക്ക് പറയുന്നില്ല. നിങ്ങൾ എന്നെ എന്തെല്ലാം ചൊടിപ്പിച്ചാലും ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഭാര്യ പറയുന്ന പോലെ ഈ ഒരു ദിവസമെങ്കിലും ഞാൻ മൂലാച്ചി നായരാവില്ല. അമ്മേ, എന്നെ ആർക്കും പറ്റിക്കാനാവില്ല. എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം മുമ്പെങ്കിലും ഞാൻ അറിയും. ആ ഉണ്ടോ അകത്ത്? ഇറങ്ങി വാ, ഞാനൊന്നും പറയില്ല. അമ്മ എന്താ വിചാരിച്ചത്? നമുക്കിന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച ബാംഗ്ലൂരിലെ സ്വാമിയുടെ കേസില്ലേ അമ്മേ, അതെനിക്ക് അനുകൂലമായിട്ട് ഇന്നലെ വിധിയായി. നിങ്ങളെന്താ ഇവിടെ? ഓഫീസ് വല്ല പ്രശ്നമുണ്ടോ? ഓഫീസിലല്ല പ്രശ്നം, ഇപ്പോ വീട്ടിലാ. വീട്ടിലെന്ത് പ്രശ്നം? അതിൽ ഇവർക്കെന്ത് കാര്യം?